അപ്പൊ ഒഡീഷയിൽ നിന്നുള്ള അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോ ഉള്ളത് ചിലിക്ക ലേക്കിന്റെ അവിടെ നിന്നാണ്. ഇതാണ് ഇവിടെ ഒരുപാട് ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലേക്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു ലേക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഉപ്പുജല തടാകമാണ്. അതായത് 1100 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഉപ്പുജല തടാകമാണിത്. പിന്നെ ഇവിടെ ഒരുപാട് ദേശാടന പക്ഷികൾ, അതുപോലെ പലതരത്തിലുള്ള മത്സ്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ തൊട്ടടുത്താണ് ഇവിടെ ഒരു അഴിമുഖം വരുന്നുണ്ട്. പിന്നെ കുറെ ഐലൻഡുകൾ വരുന്നുണ്ട്. ഡോൾഫിനെ കാണാം, അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഡോൾഫിനെ കാണാൻ പറ്റും. പിന്നെ ഈ ലേക്കിന്റെ ഉള്ളിൽ എന്തോ ഒരു അമ്പലം ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട് തൊട്ടപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരുന്നത്. ആ ഭാഗം ആന്ധ്രയാണ് വരുന്നത്. അപ്പോ ഇതിലെങ്ങനെ ചുറ്റി വളഞ്ഞ് പോകണം ശരിക്കും ആന്ധ്രയ്ക്ക്. ഈ ബോട്ടിൽ ജങ്കാറിൽ പോവുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ കൊണ്ട് ഇങ്ങനെ തൊട്ടടുത്ത് ആന്ധ്ര ഭാഗത്തേക്ക് എത്താൻ പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ എന്ന് പറയണത്. ഇവിടുത്തെ ആൾക്കാർ അടിപൊളിയാട്ടോ. ഞാനിവിടെ ടെന്റ് അടിക്കാൻ വന്നപ്പോ എവിടെ വേണമെങ്കിലും ടെന്റ് അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ആൾക്കാരും ടോപ്പാണ്. ഇവിടെ കള്ളന്മാരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നക്കാരോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്കും സൂപ്പറാണെന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രശ്നവും ഇല്ല, എല്ലാവരും ഭയങ്കര സഹകരണമാണ്, ഒക്കെ അടിപൊളിയാണ്. ചിലിക്കയിലെ ബസ് സ്റ്റാൻഡാണ് കേട്ടത്. ഇപ്പൊ ബസ്സൊന്നുമില്ല, രാവിലെയാണ്, അതുകൊണ്ട് ബസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ എത്തിയിട്ടില്ല. പിന്നെ ഇതാക്കണ് പിന്നെ ബോട്ടിന്റെ ബുക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ കേട്ടോ. പിന്നെ തൊട്ടിപ്പുറത്ത് ഒരുപാട് കടകളുണ്ട്, ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇനി ബോട്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് ബോട്ടിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഒരു റേറ്റ് ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡോൾഫിന് 1 മണിക്കൂറാണ് ടൈം, 1300. പിന്നെ ഡോൾഫിൻ സീ ബീച്ച് ഐലൻഡ് അതിന് 3 മണിക്കൂർ 2400. പിന്നെ അതിൽ ഉൾപ്പെടുന്ന സംഭവങ്ങൾ എന്താ വെച്ചാൽ ഡോൾഫിനെ കാണാം, പിന്നെ ഹെവൻ ഐലൻഡ്, മിനി കാലിജായ് ടെമ്പിള്, പിന്നെ ലിറ്റിൽ ബേർഡ്, ഈ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അതൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ. ഡോൾഫിനെ ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണൂല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടുന്ന്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ്, പുതിയതായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാണിത്. ഇതുണ്ടല്ലേ, ഇവിടെ ഓപ്പണായിട്ട് കുളിക്കണമെങ്കിലുള്ള സൗകര്യങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞതിന് ശേഷം ഇതാ ബില്ല് വരെ തന്നിട്ടുണ്ട് കേട്ടോ. എന്താ 10 രൂപ ഉള്ളൂ. ബില്ല് കിട്ടുന്ന ടോയ്ലറ്റ് ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടെ വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ റൂം കാര്യങ്ങളൊക്കെ റെഡി ആട്ടോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. മെയിനായിട്ട് ഇവിടെ ഡോൾഫിനെ കാണാനുള്ള ബോട്ടിങ് അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോവാം, അങ്ങേ സൈഡിലേക്ക് ഒരു 5 കിലോമീറ്റർ പോകണം. അതിന് ബോട്ട്, ഗവൺമെന്റ് ബോട്ടിൽ വളരെ ചിലവ് കുറവാണ്. 10-20 റേറ്റ് വരുന്നുള്ളൂ. ബൈക്കൊക്കെ കൊണ്ടുപോകണമെങ്കിലും റേറ്റ് കുറവാണ്. ഒരാൾക്കും ബൈക്കിനും കൂടി ആകെ 30 രൂപയാണെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ കടകളൊക്കെ ഉണ്ടല്ലേ, കടകളൊന്നും തുറന്നിട്ടില്ല ഇപ്പോൾ. ഒരു എക്കോ പാർക്ക് ഉണ്ട്, ഇതാ ചിലിക്ക എക്കോ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബോട്ടിങ്ങിൻ്റെത് അവിടെ കേട്ടോ, ഇതാ അവിടെ നിന്നാണ് ബോട്ട് പോവുക. ഡോൾഫിനെ കാണാനുള്ള ബോട്ട്, മറ്റേ സർക്കാർ ബോട്ട് അപ്പുറത്ത് വേറെ സൈഡാണ്. ഇതാ അവിടെ ഒരുപാട് ബോട്ടുകൾ റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട് ഇവിടെ. സംഭവം അടിപൊളിയാട്ടോ, കിടിലനാണ്. ഇത് കണ്ടില്ലേ, ഒരു ബ്രിഡ്ജ് ഇങ്ങനെ പോകുന്നുണ്ട്. അവിടുന്നൊക്കെ ബോട്ട് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. കണ്ടുമാനം ബോട്ടുകളുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടാക്കണ്. ഒരുപാടുണ്ട്. പിന്നെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് ബോട്ടുകളില്ലേ, അപ്പോൾ ലൈഫ് ജാക്കറ്റുകളുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ഒരുപാട് ബോട്ടുകൾ. കണ്ടില്ലേ, ഇവിടെ ഉണ്ട് കുറേ ബോട്ടുകൾ. 2 സ്ത്രീകൾ ലൈഫ് ജാക്കറ്റൊക്കെ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഒരു ബോട്ടിനാണ് 1200 രൂപ, അല്ലാതെ ഒരു വ്യക്തിക്കല്ല. അത് 6 ആള് വരെ പോവാന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ബോട്ടിങ്ങിന്റെ സ്ഥലം ഇതാണ് കേട്ടോ. ജങ്കാറിൽ കണ്ടില്ലേ, ഒരു JCB ഒക്കെ കയറ്റി നിർത്തിയിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ബോട്ട് ഉണ്ട്, അതിൽ ബൈക്കുകൾ കയറ്റി നിർത്തിയിട്ടുണ്ട്, കുറേ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ബോട്ടിൽ കണ്ടില്ലേ, മണലാ തോന്നുന്നു, മണൽച്ചാക്ക് നിറച്ചുകൊണ്ട് ഇത് എങ്ങോട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയായി നിൽക്കുകയാണ് ഇവർ പോകാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് ജയ്ഗുണ്ടേക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് ബോട്ട് പോണത്. പിന്നെ ഈ സ്ഥലത്തിന്റെ പേര് സത്തപ്പട. ഇവിടത്തെ ഒരു ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ആൾക്കാരെ കാത്തു നിൽക്കുകയാണെങ്കിൽ.
ഇതാണ് ചിലിക്ക ലേക്ക്. അവിടെ ആൾക്കാര് വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. മീൻപിടുത്തത്തിന്റെ ബോട്ടിന്റെ ഒക്കെ വല ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അടിച്ച് എന്തൊരു വടിയൊക്കെ എടുത്തിട്ട് അടിക്കണൊക്കെ ഉണ്ട്. ചിലിക്ക ലേക്ക് ഇത് മൊത്തത്തിൽ ഉപ്പാണല്ലോ. അവിടെ ഉപ്പിന്റെ അംശം നല്ല ഉണ്ടെന്ന് പറഞ്ഞു. കാരണം കടലും കായലും കൂടി ഒന്നിച്ചു വരികയല്ലേ. കായൽ പറഞ്ഞാൽ തടാകം, ലേക്കാണിത്. കണ്ടില്ലേ, ഇയാളിത് അടിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്തൊക്കെ കുടുങ്ങിയിട്ട് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബൈക്ക് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഇപ്പുറത്തേക്ക് കയറ്റി നിർത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറേ ബൈക്ക് ഉണ്ട്, അതുപോലെ ആളുകളുണ്ട്. കുറച്ചും കൂടി ആളുകളെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പോവും. 30 രൂപയാണ് ബൈക്കിന്, 20, ആളിന് 10 രൂപ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കയറ്റി നിർത്തും. അതൊക്കെ മീൻപിടുത്ത ബോട്ടുകളാണ്. പിന്നെ ഡോൾഫിനെ കാണാൻ വേണ്ടി ഇവർ കൊണ്ടുപോകും. 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രൈവറ്റ് ബോട്ടുകൾ ഡോൾഫിനെ കാണിച്ച് കൊണ്ടുവന്ന് വരുന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാനതിലൊന്നും പോണില്ല. ഞാൻ നേരെ പോവുകയാണ്, ആന്ധ്ര ഭാഗത്തേക്ക് പോവുകയാണ്. ആ ജങ്കാറിലും കുറെ വണ്ടികൾ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഒരു ഗുഡ്സ്, ബൊലേറോ, ബൈക്ക് കാര്യങ്ങളൊക്കെ അവിടെ കയറ്റിയിട്ടുണ്ട്. പക്ഷെ അത് 10 മണിക്കേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അത് കുറച്ചും കൂടി ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന് പെട്ടെന്ന് പോകുന്നാണ് പറഞ്ഞത്. ഇവിടെ മീനൊന്നും കാണുന്നില്ല. കുറച്ച് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മീനൊക്കെ കാണുന്നുണ്ടാവും. ബോട്ട് അങ്ങനെ തീരം വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യത്തിന് ആളായപ്പോ പോവുകയാണ്. പക്ഷികൾ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട് കേട്ടോ ബോട്ടിന്റെ ഒപ്പം. തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബോട്ട്. വേറെ ബോട്ടും ഇങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട്. അവിടെ കുറെ വണ്ടികളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അക്കരെ എത്തി. അക്കരെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു വില്ലേജ് ആണ് ഇവിടെയൊക്കെ. രണ്ട് സൈഡും വെള്ളക്കെട്ടാട്ടോ. അതിന്റെ നടുക്ക് കൂടെയാണ് ഈ റോഡ് പോണത്. എരുമകളെ കണ്ടില്ലേ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ കുറെ തോണികളുണ്ട് അവിടെ. ഈ വഴി ഏതായാലും നല്ല രസമായിട്ട് കേട്ടോ. നടുക്ക് കൂടെ റോഡിൽ കൂടെ ഇങ്ങനെ പോണത്, അപ്പുറത്തിപ്പുറത്ത് വെള്ളമായിട്ട് ഇങ്ങനെ രസമാണ് സംഭവം. ഇവിടുന്നുള്ള ഒരു വ്യൂ കണ്ടില്ല, അടിപൊളിയാട്ടോ. റോഡിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങള്, അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ തടാകങ്ങള് കണ്ടില്ല, അടിപൊളിയാട്ടോ. നല്ല ലുക്കാണ് ഇവിടുന്ന് കാണാൻ. ഈ തടാകത്തെ വെള്ളം നല്ല ഉപ്പുണ്ട് എന്നാണല്ലോ പറയണത്. അപ്പൊ ഞാനത് ടേസ്റ്റ് നോക്കാൻ മറന്ന ഇവിടുന്ന്. അപ്പൊ വരുന്ന വഴിക്ക് ഇവിടൊക്കെ മൊത്തം തടാകത്തിന്റെ ഏരിയ തന്നെ കേട്ടോ. അപ്പൊ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ, ഉപ്പുണ്ടോ ഇല്ല, എത്രത്തോളം ഉപ്പുണ്ട് എന്നൊക്കെ ഒന്ന് അറിയാലോ. നല്ല ഉപ്പാ, നല്ല ഉപ്പുണ്ട്. വേറെ ഇത് ഈ വെള്ളം എടുത്തിട്ട് കറിയൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കണ സുഖ, ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോ ഞാൻ വരുന്ന വഴിക്ക് ഒഡീഷയിലുള്ള രണ്ടാൾക്കാരെ കണ്ടിട്ടോ. അവര് ഇന്ത്യ മൊത്തം കറങ്ങാനായിട്ട് പോവുകയാണ്. 1 കൊല്ലം 2 മാസം എടുക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. आपका नाम क्या? मदन मोहन परिडा। मदन मोहन परिडा। किधर किधर? ओडिशा भुवनेश्वर। ओडिशा भुवनेश्वर। मेरा नाम दीपक कुमार गौड़ा है, मैं बरमपुर से हूँ। ബരംപൂർ സേ. കണ്ടില്ല, ഇവര് 1 വർഷം 20 ദിവസം എടുത്തിട്ട് മൊത്തം ഇന്ത്യ കറങ്ങാന്നുള്ളൊരു പ്ലാനിൽ ഇറങ്ങിയതാണ്. എന്തായാലും അത് സൈക്കിൾ ഹീറോ നോർമൽ സൈക്കിളാട്ടോ. രണ്ടാളത്തെ നോർമൽ ഹീറോ സൈക്കിളിലാണ് ഇവർ ഇന്ത്യ മൊത്തം ചുറ്റാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഓക്കെ, ബൈ. ഓക്കെ.